നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രമേഹം നിയന്ത്രിച്ചാൽ സ്തനാർബുദ സാധ്യത കുറയുമെന്ന പഠനങ്ങൾ. ഹൃദയാഘാത സാധ്യത മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സ്മാർട്ട് ഫോൺ ആപ്പ് വികസിപ്പിച്ചെടുത്തു. ഡെങ്കിപ്പനിക്ക് ആയുർവേദ മരുന്ന് കണ്ടെത്തിയെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. 2 വർഷത്തിനുള്ളിൽ മരുന്ന് ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുമെന്നും ഡോക്ടർമാർ. പ്രമേഹം നിയന്ത്രിച്ചാൽ സ്തനാർബുദ സാധ്യത കുറയുമെന്ന പഠനങ്ങൾ. പ്രമേഹരോഗം ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും മരുന്നുകളിലൂടെയും നിയന്ത്രിച്ചു നിർത്തുന്നവരിൽ സ്തനാർബുദത്തിനുള്ള സാധ്യത കുറയുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇൻസുലിൻ എടുക്കുന്നവരെ അപേക്ഷിച്ചാണ് ഇവർക്ക് അർബുദത്തിനുള്ള സാധ്യത കുറയുന്നത്. മരുന്നിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും പ്രമേഹം നിയന്ത്രിക്കുന്ന ഏകദേശം 56 വയസ്സിനടുത്തുള്ളവരെയാണ് പഠനത്തിന് വിധേയരാക്കിയത്. ഡാനിഷ് ഡയറ്റ് ക്യാൻസർ ആൻഡ് ഹെൽത്ത് സ്റ്റഡി ഗ്രൂപ്പിന്റെ കീഴിൽ 5644 സ്ത്രീകളിലാണ് പഠനം നടത്തിയത്. ഇതിൽ 4500 സ്ത്രീകൾ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ശാരീരികാവസ്ഥയിലുള്ളവരായിരുന്നു. ഹൃദയാഘാതം ഉണ്ടാകുന്നുവെന്ന് മുൻകൂട്ടി അറിയാൻ സ്മാർട്ട് ഫോൺ ആപ്പ്. സാകേതിലെ മാക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ രാജീവ് രതിയാണ് ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത്. ഹൃദയസംബന്ധമായ രോഗമുള്ളവർക്ക് ഈ ആപ്പ് ഉപയോഗിക്കാം. ഒരു കൂട്ടം ചോദ്യങ്ങളും വിവിധ ഓപ്ഷനുകളും ചേർന്നതാണ് ഹാർട്ട് ആപ്പ്. രോഗികൾക്ക് ഈ ചോദ്യങ്ങൾക്കനുസൃതമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. രോഗികൾ നൽകുന്ന വിവരങ്ങൾ കണക്കാക്കി ഹാർട്ട് ആപ്പ് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തും. ഇത്തരത്തിൽ ഹൃദയാഘാതത്തിന്റെ സാധ്യത മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ ചികിത്സയിലൂടെ അത് തടയാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത്. സ്ട്രോക്ക് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ഈ പക്ഷാഘാതത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ശാരീരിക വൈകല്യങ്ങളും മരണങ്ങളും ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ 1000 മുതൽ 2000 കേസുകളാണ് ദിവസവും സ്ട്രോക്ക് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ തന്നെ 80% പൂർണ്ണമായി വൈകല്യങ്ങളോ മരണമോ സംഭവിക്കുന്നതാണ്. ഇത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. എങ്ങനെയാണ് ഈ പക്ഷാഘാതം ഉണ്ടാകുന്നത്? പക്ഷാഘാതം 2 തരത്തിലാണുള്ളത്. തലയിലോട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ എന്തെങ്കിലും ക്ലോട്ടുകൾ കൊണ്ട് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ തലയിലോട്ടുള്ള രക്തക്കുഴലുകൾ പൊട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ പക്ഷാഘാതം ഉണ്ടാവാം. തലയിൽ ഉണ്ടാകുന്ന ക്ലോട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻഫാക്റ്റ് എന്നും, ബ്ലഡ് വെസൽസ് പൊട്ടുകയാണെങ്കിൽ അതിനെ ഹെമറേജ് എന്നും പറയപ്പെടുന്നു. അങ്ങനെ 2 തരത്തിലാണ് സ്ട്രോക്ക് തരംതിരിക്കുന്നത്. സ്ട്രോക്ക് അടിയന്തര പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട രോഗാവസ്ഥയാണെന്ന് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ഗോൾഡൻ അവേഴ്സ് ആൻഡ് പ്ലാറ്റിനം മിനിറ്റ്സ് എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ ഗോൾഡൻ അവേഴ്സ്, ഒരു അസുഖം കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് വേറൊരു അവയവത്തിലോട്ട് മാറുന്നതിന് മുമ്പ് തന്നെ അതിനെ അവിടെ തന്നെ വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ് എമർജൻസി മെഡിസിൻ്റെ ലക്ഷ്യം. സ്ട്രോക്കും അതുപോലെ തന്നെയാണ് ചികിത്സിക്കുന്നത്. സ്ട്രോക്ക് ഉടനെ തന്നെ കണ്ടുപിടിച്ച് ഒരു 3 മണിക്കൂറിൻ്റെ അകത്ത് നമ്മൾ മരുന്ന് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ പേഷ്യൻറ്റിനെ പഴയതുപോലെ എത്തിക്കാൻ സാധിക്കും. ഇതാണ് മെയിനായിട്ട് എമർജൻസി മെഡിസിൻ സ്ട്രോക്കിനോട് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ സ്ട്രോക്കുള്ള വ്യക്തി പ്രകടിപ്പിക്കുക? ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂറിൻ്റെ അകത്ത് സ്ട്രോക്കുള്ള വ്യക്തികൾ ആശുപത്രിയിൽ എത്തിയില്ലെങ്കിൽ അത് പൂർണ്ണമായി ഒരു ശാരീരിക വൈകല്യമോ അല്ലെങ്കിൽ മരണമോ സംഭവിക്കാനുള്ള വളരെയധികം ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഫാസ്റ്റ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഫാസ്റ്റിൽ എഫ് നൽകുന്നത് ഫേഷ്യൽ ഡ്രൂപ്പിംഗ് എന്നാണ്. ഫേഷ്യൽ ഡ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനോട് ചിരിക്കാൻ പറയുക. ചിരിക്കുമ്പോൾ പേഷ്യൻ്റെ വാ ഒരു സൈഡിലോട്ട് കോണിപ്പോവുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. രണ്ടാമത്തെ എ എന്ന് പറയുമ്പോൾ ആം ഡ്രിഫ്റ്റ്. 2 കൈയും പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു ആളോട് കൈ മേളിലോട്ട് ഉയർത്തി വയ്ക്കാൻ പറയുക. ഏതെങ്കിലും ഒരു കൈ 10 സെക്കൻഡിൽ കൂടുതൽ വയ്ക്കാൻ പറ്റുന്നില്ലാത്തെങ്കിൽ അതും പോസിറ്റീവാണ്. മൂന്നാമത്തെയാണ് എസ്, സ്പീച്ച്. എന്തെങ്കിലും സംസാരത്തിൽ കുഴച്ചിലോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ 3-ൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തുക. ഹോസ്പിറ്റലിലെത്തി 3 അല്ലെങ്കിൽ 4 മണിക്കൂറിനകത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ടി സ്റ്റാൻഡ്സ് ഫോർ. ടി എന്ന് പറയുമ്പോൾ ടൈം.
എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിക്കുക. ടൈം 3 മണിക്കൂർ നമുക്ക് സമയമുള്ള 3 മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ രോഗം കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ഈ റോഡ് അപകടങ്ങളും മറ്റും സംഭവിക്കുമ്പോൾ തലയിലെ ഈ രക്തധമനികൾ പൊട്ടി സ്ട്രോക്ക് ഉണ്ടാവാറുണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നു പറയുമ്പോൾ അവിടെ നമ്മൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് 2 തരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആവും. അത് ഒന്നില്ലെങ്കിൽ ബ്രെയിൻ്റെ അകത്തായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രെയിൻ്റെ പുറവശത്ത് ബ്രെയിൻ്റെ കവറിങ്ങിൽ ബ്ലീഡിങ് ഉണ്ടാവും. എന്തു തന്നെ ആയാലും രോഗികൾക്ക് ബോധം കുറയുകയോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വൊമിറ്റിംഗ് ഉണ്ടാകുക, അല്ലെങ്കിൽ അപസ്മാരം ഉണ്ടാകുക, ഇതുപോലുള്ള ലക്ഷണങ്ങളുണ്ടാവും. അതുപോലെ ഹെഡ് ഇഞ്ചുറി ഉള്ള എല്ലാ പേഷ്യൻറ്റിനെയും നമ്മൾ സാധാരണഗതിയിൽ 12 മുതൽ 24 മണിക്കൂർ വരെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒബ്സർവ് ചെയ്യാറുണ്ട്. കാരണം എന്ത് തരത്തിലുള്ള ചെറിയ ലക്ഷണങ്ങൾ വളരെ വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കാറുള്ളത്. ഈ റോഡ് അപകടങ്ങൾ വഴി തലയ്ക്ക് പരിക്കേറ്റ വ്യക്തിക്ക് സാധാരണ ആളുകൾ പ്രാഥമികമായിട്ട് എന്ത് ചികിത്സയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്? റോഡ് അപകടങ്ങളിൽ നമുക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളിപ്പോൾ പറഞ്ഞ രോഗലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാണും. ഒന്നെങ്കിൽ ബോധം കുറച്ച് കുറയുകയോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് രോഗിക്ക് അറിയാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പീറ്റഡായിട്ട് ഛർദിലുണ്ടാകുക, അല്ലെങ്കിൽ അവിടെ വെച്ചൊരു അപസ്മാരം ഉണ്ടാകുക, അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കമില്ലാതെ പേഷ്യൻ്റ് കിടക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ തലയിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ആദ്യം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ കൊണ്ടുവരുന്ന രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറുതെ തൂക്കിയെടുത്തൊരു ഓട്ടോറിക്ഷയിൽ ഒന്ന് കൊണ്ടുവരുന്നതിന് പകരം ലോഗ് റോൾ എന്ന് പറയും ആ ടെക്നിക്കിന്. പല പ്രാവശ്യവും നമ്മൾ പറയുന്നത് പോലെ ഒരു സൈഡിലേക്ക് രോഗിയെ ചരിച്ച് കിടത്തി ഒരു പലകയോ അല്ലെങ്കിൽ ഒരു സ്പൈൻ ബോർഡ് പോലുള്ള എന്തെങ്കിലും വെക്കുകയോ, അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു നല്ല കട്ടിയുള്ള തുണിയോ കൊണ്ട് പേഷ്യൻറ്റിനെ കിടത്തി അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയിൽ, അതായത് ഒരു ആംബുലൻസ് ആവാം അല്ലെങ്കിൽ ഒരു ജീപ്പ് ആവാം, അതുപോലുള്ള സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തി വേണം കൊണ്ടുവരാൻ. കാരണം തല പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നട്ടലിൽ എന്തെങ്കിലും ക്ഷതമുണ്ടെങ്കിലോ അല്ലെങ്കിൽ പൊട്ടലുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള നരമ്പുകളെയൊക്കെ നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നത് കാരണം ക്ഷതമുണ്ടാകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ കൊണ്ടുവരുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പുതിയ ചികിത്സാ ശാഖയായി എമർജൻസി മെഡിസിൻ പ്രാവർത്തികമായ ശേഷം ഈ സ്ട്രോക്ക്, റോഡ് അപകടം മൂലമുണ്ടാകുന്ന ഹെഡ് ഇഞ്ചുറി ഇവയിൽ എടുത്തു പറയത്തക്ക വിജയശതമാനം ഉണ്ടായിട്ടുണ്ടോ? വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരു 12ഓളം സ്ട്രോക്ക്, അതായത് ഇൻഫാക്റ്റ് സംഭവിച്ച 3 മണിക്കൂറിൻ്റെ അകത്ത് വന്ന പേഷ്യൻറ്റുകൾ നമുക്ക് ത്രോംബോലൈസിസ് വന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വഴി, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് മരുന്ന് കൊടുക്കുന്ന വഴി അവർ പൂർണ്ണമായി പഴയതായിട്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നടന്നു പോകാനുള്ള സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. കാരണം ഈ 3 മണിക്കൂറിനകത്ത് രോഗി എത്തുകയും ആ സമയത്ത് നമ്മൾ സ്ട്രോക്ക് കണ്ടുപിടിക്കുക, അത് ഇൻഫാക്റ്റ് അതായത് ബ്ലോക്ക് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രോംബോലൈസിസ് ചെയ്യുന്ന വഴി രോഗി പഴയതുപോലെ തന്നെ എങ്ങനെയാണോ പണ്ട് ജീവിച്ചിരുന്നത് അതേപോലെ ഒരു വൈകല്യം പോലും ഇല്ലാതെ തിരിച്ചെത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഇത് ഈ ഗോൾഡൻ അവേഴ്സ് എന്ന പ്ലാറ്റിനം മിനിറ്റ്സ് എന്ന ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഇനിയൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. ഡോക്ടർ, വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ അപകടാവസ്ഥ കൊണ്ടല്ലാതെ ഉണ്ടാകുന്ന മസ്തിഷ്കാഘാതം എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കും? അപകടാവസ്ഥ അല്ലാതെയുള്ള മസ്തിഷ്കാഘാതം നമ്മൾ ബാക്കി എന്ത് ബ്ലോക്ക് ഉണ്ടാകുന്നതും പോലെ തന്നെ സെയിം തന്നെയാണ് തലയിലുണ്ടാകുന്ന ബ്ലോക്കും. ഹാർട്ടിന് ബ്ലോക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തലയിലെ ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാനുള്ളത്. നമ്മൾ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ കറക്റ്റായിട്ട് എന്താണോ നോർമൽ വാല്യൂ അതിനടുപ്പിച്ചുള്ള നോർമൽ വാല്യൂ ആ പ്രായത്തിനനുസരിച്ചുള്ള നോർമൽ വാല്യൂവിൽ കൊണ്ടെത്തിക്കുക. കൃത്യമായി മരുന്ന് കഴിക്കുക, അതിനു വേണ്ടി എന്തെങ്കിലും മരുന്ന് മുടക്കാതിരിക്കുക. അതുകൂടാതെ പിന്നെ കൃത്യമായ വ്യായാമം ചെയ്യുക, ആഹാര രീതിയിലുള്ള ക്രമീകരണം, ഒരിക്കലും സെൻട്രൽ ഒബേസിറ്റി അവോയ്ഡ് ചെയ്യുക. ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഡോക്ടർ, മറ്റൊരു കാര്യം, ഈ ഹെൽമറ്റിൻ്റെ ഉപയോഗം തലയ്ക്കുണ്ടാകുന്ന ക്ഷതം ഒഴിവാക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഹെൽമറ്റിനെ എതിർക്കുന്നവർ ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണ്? ഒരു 80% ഹെൽമെറ്റ് നമ്മളെ തലയിൽ എന്തെങ്കിലും ആഘാതം ഉണ്ടാവാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്നു. കാരണം നമ്മൾ ഹെൽമെറ്റ് ഇട്ടാൽ മാത്രം പോരാ, ഹെൽമെറ്റിൻ്റെ ആ ബെൽറ്റും കൂടെ ഇട്ട് ടൈറ്റായിട്ട് വെക്കുക. ഹെൽമെറ്റിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പേഷ്യൻറ്റിൽ ലോറിയുടെ അടിപ്പെട്ട ഒരു പേഷ്യൻറ്റ് പോലും കൈയും കാലും ചതഞ്ഞിറങ്ങിയെങ്കിലും തല ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷിക്കുന്നത്. പിന്നെ
കൈയും കാലും റിപ്പയർ ചെയ്തതിന് ശേഷം രോഗി ഒരു കുഴപ്പമില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതുതന്നെയാണ് അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ. കാരണം എത്ര നമ്മൾ ആൾക്കാർ ഇടുന്നത് പോലീസിനെ പറ്റി ഭയന്നിട്ടാണ് എല്ലാവരും ഇടുന്നത്. പക്ഷേ എന്നാലും നമുക്ക് വേണ്ടി നമ്മുടെ തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽമെറ്റ് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവും. ഈ തലയുടെ എക്സ്റേ സ്കാൻ ഇവ അടിയന്തരമായി ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടോ? നമുക്ക് എന്ത് തരത്തിലുള്ള ഇമേജിങ്ങും ഇപ്പോൾ അത്യാധുനികമായിട്ടുള്ള ഇമേജിങ് എല്ലാ ഇമേജിങ്ങും ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സ്ട്രോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ സ്ട്രോക്കായിട്ടൊരു പേഷ്യൻറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ വളരെയധികം കെയറോട് കൂടിയാണ് നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് ആ 3 മണിക്കൂറിനകത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് 30 മിനിറ്റിനകത്തുള്ളിൽ നമ്മൾ സ്കാനിങ്, അത് CT സ്കാൻ ആവാം, ചിലപ്പോൾ MRI സ്കാൻ ആവാം, MRI ഡിഫ്യൂഷൻ സ്കാനിങ് എന്നൊക്കെ പറഞ്ഞുള്ള സ്കാനിങ്ങിൽ നമ്മൾ 30 മിനിറ്റിനകത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഡയഗ്നോസിസിൽ തീർണമായി എത്തിയിട്ട് 30 മിനിറ്റ് 45 മിനിറ്റിൻ്റെ അകത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാ തരത്തിലുള്ള സ്കാനിങ് ഡിവൈസസും ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് വന്ന് വൈറൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് സംശയം, ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന ഒരു ഇതാണ് വൈറൽ ബ്ലീഡിംഗ്, മിസ്സായി പോകാറുണ്ട്. അപ്പം അതും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ സ്കാനിങ് മെഷീൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അകത്ത് തന്നെ ഉണ്ട്. ഡോക്ടേഴ്സ് എല്ലാം ട്രെയിൻഡാണ്. അവർ ഉടനെ തന്നെ വൈറൽ സ്കാൻ ചെയ്ത് നോക്കി എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് പ്രൈമറി സ്കാനിങ് ചെയ്യും. അത് കഴിഞ്ഞ് ബ്ലഡ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരു റേഡിയോളജിസ്റ്റിനെ വിളിച്ച് കൺഫേം ചെയ്യുകയും ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ സ്കാനിങ് ഡിവൈസസ് എല്ലാം ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ത്രോംബോലൈസിസ് എന്ന ചികിത്സാ രീതി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? ത്രോംബോലൈസിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ട്രോക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇൻഫാക്റ്റ് ഉള്ളൊരു പേഷ്യൻറ്റിന് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ത്രോംബോലൈസിസ് എന്ന വാക്ക് ത്രോംബോസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ത്രോംബോസിനെ ലൈസ് ചെയ്യുന്നു പറഞ്ഞാൽ അലിയിപ്പിക്കുന്നു. അതാണ് നമ്മൾ ത്രോംബോലൈസിസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ത്രോംബോലൈസിസ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത് IV ത്രോംബോലൈസിസ് ആണ്. അതായത് വെയിൻ വഴി നമ്മൾ ത്രോംബോലൈസിങ് ഡ്രഗ് കൊടുക്കുന്ന വഴി എന്തെങ്കിലും ബ്ലോക്ക് തലയിൽ ഉള്ള ബ്ലോക്കുകൾ അവിടെ എത്തി അലിയിപ്പിക്കുന്നു. അപ്പോൾ എന്താണോ പേഷ്യൻറ്റിനുള്ള രോഗാവസ്ഥ അതങ്ങ് മാറുന്നു. അതാണ് IV ത്രോംബോലൈസിസ്. അതുകൂടാതെ മെക്കാനിക്കൽ ത്രോംബോലൈസിസ് ഉണ്ട്, ഇൻട്രാ ആർട്ടീരിയൽ ത്രോംബോലൈസിസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ത്രോംബോലൈസിസ് ഉണ്ട്. പേഷ്യൻറ്റിന് രോഗം അനുസരിച്ച് നമ്മൾ ത്രോംബോലൈസിസ് ഏതാണെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ TIA എന്താണെന്ന് കൂടി വ്യക്തമാക്കാമോ? TA എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് ഇൻ മിനി ഫോം എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. അതായത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ ട്രാൻസിയൻറ്റ് ഇഷ്യൂമിക് അറ്റാക്ക്. അതായത് സ്ട്രോക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുകയും, അതായത് നമുക്ക് ഫേഷ്യൽ ഡ്രൂപ്പിംഗ്, ആം ഡ്രിഫ്റ്റ്, സ്ലറിങ് ഓഫ് സ്പീച്ച്, ഇതുപോലുള്ള എല്ലാ സിംറ്റംസും ഉണ്ടാവും. പക്ഷേ കുറച്ച് നേരത്തേക്ക് മാത്രമേ പേഷ്യൻറ്റിന് അത് കാണുള്ളൂ. അത് കഴിഞ്ഞ് 24 മണിക്കൂറിനകത്ത് പേഷ്യൻറ്റ് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ TA എന്ന് പറയുന്നത്. TA നമ്മൾ ഒരിക്കലും അത് ചെറുതായിട്ട് കാണാൻ പാടില്ല. നമുക്ക് പേഷ്യൻറ്റ് പറയും ഞങ്ങൾക്ക് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർ, അതുകൊണ്ട് ഞങ്ങൾ അഡ്മിറ്റ് ആവുന്നില്ല. അങ്ങനെയുള്ളത് വളരെ കൂടുതലും കേൾക്കുന്നൊരു ചോദ്യമാണ്, കൂടുതലും കേൾക്കുന്ന ഒരു ഉത്തരമാണ്. ഒരിക്കലും അങ്ങനെയുള്ള പേഷ്യൻറ്റുകൾ നമ്മൾ ഇവാലുവേഷൻ കഴിയാതെ ഒരിക്കലും ഹോസ്പിറ്റലിൽ വിട്ടു പോകാൻ പാടില്ല. അങ്ങനെയുള്ള പേഷ്യൻറ്റ് നമ്മൾ സ്കാനിങ് ചെയ്ത് എവിടെയെങ്കിലും തലയ്ക്കകത്ത് എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഒരു ചെറിയ ഏരിയ ആയിരിക്കും ചിലപ്പോൾ ഇൻവോൾവ് ആയിരിക്കുന്നത്, അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. പിന്നെ അത് കൂടാതെ ചിലപ്പോൾ കരോട്ടിഡ് ഡോപ്ലർ ചെയ്യേണ്ടി വരും. കഴുത്തിൽ നിന്ന് തലയിലോട്ട് പോകുന്ന രക്തഓട്ടങ്ങൾ അത് കറക്റ്റ് ആണോ എന്ന് നോക്കും. ഇതെല്ലാം ചെയ്ത് പിന്നെ ഇനി സ്ട്രോക്ക് ഇരിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, ആൻറ്റിപ്ലേറ്റഡ് ഡ്രഗ്സ്, ആസ്പിരിൻ, ക്ലോപ്പിലെറ്റ് തുടങ്ങിയ മരുന്നുകൾ നമ്മൾ നൽകി പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണം പ്രകടിപ്പിച്ച ഒരാളെ 3 മണിക്കൂറിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ 3 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന സ്ട്രോക്കിൻ്റെ ചികിത്സ എങ്ങനെയാണ്? 3 മണിക്കൂറിൻ്റെ അകത്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം നല്ലതാണ്. നമുക്ക് പേഷ്യൻറ്റിനെ എങ്ങനെയാണോ പേഷ്യൻറ്റ് പണ്ടിരുന്നത് അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻറ്റിനെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ 90% സാധിക്കും. പക്ഷേ എന്നാൽ 3 മണിക്കൂർ കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യാം? എന്നാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക. കാരണം നമുക്ക് ഇപ്പോൾ ഇൻവോൾവ് ആയിരിക്കുന്ന ഏരിയ ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കും. അത് നമുക്ക് കുറച്ചും കൂടെ ഏരിയ ചിലപ്പോൾ ഈ ബ്ലോക്ക് കാരണം, തലയിലുള്ള ബ്ലോക്ക് കാരണം കൂടുതൽ ഏരിയ ഓഫ് ബ്രെയിൻ ഇൻവോൾവ് ആകാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ പേഷ്യൻറ്റിനെ സ്ട്രോക്ക് കണ്ടുപിടിച്ച് നമ്മൾ ആസ്പിരിനോ, ക്ലോപ്പിലെറ്റ് അതുകൂടാതെ വേറെ മെഡിസിൻസ് കൊടുത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഈ രോഗികളിൽ പൂർണ്ണമായി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ശാരീരിക വൈകല്യങ്ങൾ കാണും. പക്ഷേ എന്നാലും നമുക്ക് റീഹാബിലിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്, നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ട്. ഫിസിയോതെറാപ്പി ചെയ്യുന്ന വഴി നമുക്ക് 75% പേഷ്യൻറ്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് പഴയതുപോലെ എത്തിക്കാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇനി ഭാവിയിലൊരു സ്ട്രോക്ക് ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ വേറൊരു ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകളും കൃത്യമായി ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യുകയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ജീവിതത്തിൽ.
ഓക്കെ, നമുക്ക് ഈ സ്ട്രോക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും? അപ്പം തന്നെ സ്ട്രോക്ക് പേഷ്യൻസിന് വേണ്ടി എന്ത് മെസ്സേജാണ് ഡോക്ടർക്ക് നൽകാനുള്ളത്? ഓക്കെ, സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്കിന് കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം സ്മോക്കിംഗ്, ഹൈപ്പർ കൊളസ്ട്രീമിയ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മൾ ഇൻഫാക്റ്റ് ഉണ്ടാവാൻ, ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ, ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവാതിരിക്കുന്നത് പോലെ തന്നെ തലയിൽ ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ടുള്ള BP, ഷുഗർ, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് വെക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, സെൻട്രൽ ഒബേസിറ്റി അവോയ്ഡ് ചെയ്യുക, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക, ആഹാര രീതി കറക്റ്റ്, നമ്മളെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫാക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ബ്ലീഡ്, അതായത് ഹെമറേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ നിയമാവലികൾ ഉണ്ടോ അതെല്ലാം കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അപകടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനും ചികിത്സ തേടാനും ശ്രമിക്കുക. വളരെയധികം നന്ദി ഡോക്ടർ. ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്തതിന് വീണ്ടും ഇടവേള. ഡെങ്കിപ്പനിക്ക് ആയുർവേദ മരുന്ന് കണ്ടെത്തിയെന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഡെങ്കിപ്പനി. നിലവിൽ ഡെങ്കിപ്പനിക്ക് മരുന്നുകൾ വൈദ്യശാസ്ത്രത്തിലില്ല. എന്നാൽ 2 വർഷത്തിനുള്ളിൽ ഡെങ്കിപ്പനിയെയും തുരത്താൻ ആയുർവേദത്തിൽ മരുന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. 2 വർഷത്തിനുള്ളിൽ മരുന്ന് ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. മരുന്ന് പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു. ഡോക്ടർ നവീൻ ഖന്നയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരീക്ഷണം നടത്തുന്നത്. സിസംപിലോസ് പരേറ എന്ന ചെടിയാണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാദേശികമായി ലഘുപട്ട, അബുട്ട എന്നീ പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amruthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amruthatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.